ഹലോ ഗായ്സ്, വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ. ഇന്നെന്താ പുതിയൊരു രീതിയിലെന്നൊക്കെയല്ലേ. അപ്പോൾ നമ്മുടെ ഹെയർ പാക്കൊക്കെ അപ്ലൈ ചെയ്ത് കഴിഞ്ഞിട്ട് കഴുകി കളഞ്ഞിട്ട് വന്നിരിക്കുന്ന ഒരിതാണ് കേട്ടോ. എൻ്റെ ട്രൈപോഡിന് എന്തോ പറ്റി ഗൈസ്. അതുമല്ല, എനിക്ക് അങ്ങനെ ഇരുന്ന് വീഡിയോ എടുക്കാനുള്ള ഒരു ടൈമും കാര്യങ്ങളും ഇല്ല. അപ്പോൾ വേഗം വന്ന് പറഞ്ഞ് തന്നിട്ട് പോകാമെന്ന് വിചാരിച്ചു. അപ്പോൾ ഈ വീഡിയോ ഇപ്പം ഞാൻ എടുത്തിട്ടുണ്ട്. എപ്പോൾ ഇത് അപ്ലോഡ് ചെയ്യുമെന്ന് എനിക്കറിയില്ല കേട്ടോ. 7 മണി ആ ഒരു ടൈമിലാണ് ഞാൻ വീഡിയോ എടുത്തതും. 7ക്ക് 8 മണിക്കുള്ളിൽ അപ്ലോഡ് ചെയ്യണമെന്ന് വെച്ചിട്ട്. പക്ഷേ ഇന്ന് നല്ല തിരക്ക് പിടിച്ചൊരു ദിവസമാണ്. ഇന്ന് തിരിയാൻ സമയത്തൊരു ദിവസമാണ്. എങ്കിലും ഞാൻ അപ്ലോഡ് ചെയ്യാൻ നോക്കാം ഗൈസ്. അപ്പം ഓക്കെ, അതൊക്കെ പോട്ടെ. അപ്പം ഇന്ന് നമ്മുടെ റൈസ് വാട്ടർ ഹെയർ കെയർ ചലഞ്ചിൻ്റെ 11ാമത്തെ ദിവസത്തെ വീഡിയോ ആണ് കേട്ടോ ഇത്. അപ്പോൾ 10ാമത്തെ ദിവസം നമ്മളൊന്നും തന്നെ ചെയ്യുന്നില്ല. ഹെയറിന് അങ്ങനെ ഫ്രീ ആയിട്ട് വിടുന്നു. റോസ്മേരി വാട്ടർ രാവിലെയും രാത്രിയും അപ്ലൈ ചെയ്യുക. പിന്നെ ഇന്നത്തെ ദിവസം നമ്മൾ ചെയ്യേണ്ട കാര്യം എന്ന് വെച്ചാൽ, ഞാൻ ഇന്ന് രാവിലെ, അതായത് ഇന്നലെ ഒന്നും എനിക്ക് ഹെയർ കെയർ ചെയ്യാനായിട്ട് പറ്റില്ല കേസ്. അതുപോലെ സ്കിന്നൊന്നും എനിക്ക് കെയർ ചെയ്യാനായിട്ട് പറ്റിയില്ല. വേറൊന്നും കൊണ്ടല്ല, എനിക്ക് എന്തോ ശരീരമൊക്കെ വല്ലാത്ത ഒരു വയ്യാത്ത ഒരു അവസ്ഥ. എന്താ കാര്യം എന്നറിയാൻ വയ്യ. മേ ബി പനിയുടെയൊക്കെ ലക്ഷണമായിരിക്കാം. പക്ഷെ പനിയും ജലദോഷം അങ്ങനത്തെ വിഷയമൊന്നുമില്ല കേട്ടോ. എന്തോ കാര്യം എന്നറിയാൻ വയ്യ. അതുമല്ല, നല്ല നെറ്റിൻ്റെ ഇഷ്യൂ ഉണ്ടായിരുന്നു ഇവിടെ. ഈ ഒരു ഏരിയയിൽ മഴ ആയതുകൊണ്ടായിരിക്കാം നെറ്റ്വർക്കിന് പൊതുവെ ഇഷ്യൂ ആയിരുന്നു. ഭയങ്കര സ്ലോ ആയിരുന്നു. എനിക്ക് മെസ്സേജ് കൂടി അയക്കാൻ പറ്റാത്തത്ര സ്ലോ ആയിരുന്നു. പിന്നെ രാത്രിയാണ് ശരിയായത്. അപ്പോഴേക്കും എനിക്ക് വീഡിയോയും കാര്യങ്ങളൊന്നും എടുക്കാൻ പറ്റിയില്ല. അതുകൊണ്ട് തന്നെ ഞാനില്ല ഹെയറും കെയർ ചെയ്തില്ല, സ്കിന്നും കെയർ ചെയ്തില്ല, ഒന്നും കെയർ ചെയ്തില്ല. അപ്പം അങ്ങനെ നമുക്ക് എല്ലാ ദിവസവും അങ്ങനെ ഇരിക്കാൻ പറ്റില്ല. പോരാത്തതിന് എനിക്കതിൽ മടിയും കൂടി ആയിപ്പോയി, വയ്യാത്തത് കൊണ്ടായിരുന്നു. അപ്പം ഇന്ന് ഞാൻ എൻ്റെ പാക്ക് അപ്ലൈ ചെയ്തിട്ട് വന്നിരിക്കുകയാണ് നിങ്ങൾക്ക് മുമ്പിൽ. ഇനി പോയിട്ട് വേണം എനിക്കിനി ബാക്കി ജോലികളൊക്കെ ചെയ്യാനായിട്ട്. ഇപ്പോൾ നല്ല കണക്ക് നിങ്ങൾ കഴിവേ കളയണം കേട്ടോ. ഓക്കെ, അപ്പം വെറുതെ വലിച്ചു നീട്ടുന്നില്ല. നമുക്ക് നേരെ വീഡിയോയിലോട്ട് പോയിട്ട് ഇൻഗ്രീഡിയൻസും കാര്യങ്ങളും എന്താണെന്ന് നോക്കിയിട്ട് വരാം. അപ്പോൾ കുറച്ച് പേര് ചോദിച്ചിരുന്നു, കഞ്ഞിവെള്ളം നമ്മൾ എടുത്ത് വെക്കാനായിട്ട് മറന്നു പോയാൽ എന്തെങ്കിലും ടിപ്സ് ഉണ്ടോ ഈ ഒരു ഹെയർ ചലഞ്ചിൽ ജോയിൻ ചെയ്യുന്ന ടൈമിലെന്ന്. അപ്പോൾ അവർക്ക് വേണ്ടിയുള്ളത് കൂടിയാണ് കേട്ടോ ഇന്നത്തെ ഈ ഒരു ടിപ്പ് എന്ന് പറയുന്നത്. അപ്പം നമ്മുടെ പഴഞ്ചോറുണ്ടല്ലോ, പഴഞ്ചോറോ അല്ലെങ്കിൽ ഇന്നത്തെ ചോറോ എന്ത് വേണമെങ്കിലും എടുക്കാം. അപ്പോൾ കുറച്ച് ചോറെടുക്കുക. ഞാൻ കുറച്ച് കഞ്ഞിവെള്ളം ഒഴിക്കുന്നുണ്ട്. അതായത് ഇന്നത്തെ കഞ്ഞിവെള്ളം, ഇപ്പം നമ്മൾ തലേദിവസത്തെ എടുത്തില്ല എന്നുണ്ടെങ്കിൽ ഇന്നത്തെ കഞ്ഞിവെള്ളം എടുത്താലും മതി, കുഴപ്പമില്ല. 1-2 ദിവസമൊക്കെ അത് കുഴപ്പമൊന്നുമില്ല കേട്ടോ. പക്ഷേ ഫെർമെൻറ്റഡ് കഞ്ഞിവെള്ളമാണ് കുറച്ചും കൂടി ഹെയർ ഗ്രോത്ത് പെട്ടെന്ന് ഫാസ്റ്റനാക്കാൻ സഹായിക്കുന്നത്. ഇന്നത്തെ കഞ്ഞിവെള്ളം എടുത്താലും പ്രശ്നമൊന്നുമില്ല, നമുക്ക് എന്ത് വേണമെങ്കിലും യൂസ് ചെയ്യാം. അപ്പോൾ കുറച്ച് ചോറെടുക്കുക, കുറച്ച് കഞ്ഞിവെള്ളം എടുക്കുക, അതിലേക്ക് കുറച്ച് ബീട്രൂട്ട് ഇടുന്നുണ്ട്. പിന്നെ ഞാൻ ഒരു സവാളയുടെ ഒരു പകുതിയൊന്നുമില്ല, ഒരു 1/4 ഭാഗത്തോളം സവാളയും ഇടുന്നുണ്ട്. ഒരു കുഞ്ഞ് സവാളയുടെയാണ് കേട്ടോ. അപ്പോൾ ഇത് മൂന്നും കൂടി നമ്മൾ മിക്സിൻ്റെ ജാറിലിട്ട് നന്നായിട്ട് അരച്ചെടുക്കണം. എൻ്റെ റോസ്മേരി വാട്ടർ തീർന്നു പോയി, അതുകൊണ്ട് ഞാൻ കുറച്ച് റോസ്മേരി, ഇത് ഞാൻ ജസ്റ്റ് ഒന്ന് കഴുകി ഉണക്കി വെച്ചിരുന്ന റോസ്മേരിയാണ് കേട്ടോ. നമ്മളിപ്പോൾ അങ്ങാടി കടയിൽ നിന്ന് വാങ്ങിയാലും എവിടെ നിന്ന് വാങ്ങിയാലും നമ്മൾ ജസ്റ്റ് ഒന്ന് കഴുകിയിട്ട് മാത്രം യൂസ് ചെയ്യാം കേട്ടോ. ഇത് ഞാൻ കഴുകി ഉണക്കിയിട്ടൊരു കവറിലിട്ട് വെച്ചിരുന്നതാണ് കുറച്ച്. അതിപ്പോൾ ഉപകാരപ്പെട്ടു ഗൈസ്. അപ്പോൾ അടിച്ചെടുക്കുക, ഇങ്ങനെയാണ് അരച്ചെടുക്കുന്നത് കേട്ടോ. അപ്പോൾ ഇതിൽ കാണിച്ചതുപോലെ തന്നെ നല്ല രീതിക്കൊന്ന് മഷി പോലെ ഒന്ന് അരച്ചെടുക്കട്ടെ. നല്ല രസമാണ് അത് കാണാനായിട്ട്, ആ ഒരു റെഡ് കളറൊക്കെ. എന്നിട്ട് ഞാൻ അതിലേക്ക് കുറച്ച് ആവണക്കെണ്ണ ഒഴിച്ച് കൊടുക്കുന്നുണ്ട് ആ ഒരു മിക്സിയിലേക്ക്. എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ട് നമ്മുടെ മുടിയുടെ ജടയും ഒക്കെ കളഞ്ഞിട്ട് ഒന്ന് നമ്മുടെ സ്കാൽപ്പിലേക്ക് ഒന്ന് അപ്ലൈ ചെയ്ത് കൊടുക്കുക. നിങ്ങൾക്ക് ഓയിൽ വേണമെങ്കിൽ ചെയ്യാം കേട്ടോ. ഞാനിന്ന് ഓയിലൊന്നും ചെയ്തില്ല. കാര്യം ഞാൻ ഇന്നലെ നൈറ്റ് ജസ്റ്റ് ഒന്ന് ഓയിൽ ചെയ്തിട്ട് എൻ്റെ ഹെയർ ഒന്ന് വാഷ് ചെയ്തിരുന്നു. അതുകൊണ്ടാണ് ഞാൻ ഓയിൽ ചെയ്യാഞ്ഞത്. നിങ്ങൾക്ക് വേണമെങ്കിൽ ചെയ്യാം, ഇല്ലെങ്കിൽ സ്കിപ്പ് ചെയ്യാൻ കുഴപ്പമില്ല കേട്ടോ. ഇതിൽ പിന്നെ അതുപോലെ ആവണക്കെണ്ണ ഒഴിച്ചിരുന്നു ആ ഒരു മിക്സിൽ. അതുകൊണ്ട് തന്നെ നമ്മുടെ ഹെയറിനെ അങ്ങനെ ഡ്രൈ ആക്കില്ല, ആ ഒരു കണ്ടീഷനിൽ തന്നെ കീപ്പ് ചെയ്യും കേട്ടോ. അപ്പോൾ ഇത്രയേ ഉള്ളൂ. നമ്മുടെ സ്കാൽപ്പിലൊക്കെ നന്നായിട്ടൊന്ന് മസാജ് ചെയ്ത് കൊടുക്കുക. ബാക്കിയുള്ളതിൽ എന്തിലൂടെ ഒന്ന് അപ്ലൈ ചെയ്ത് കൊടുക്കുക. അപ്പോൾ വീഡിയോയിൽ പറഞ്ഞതുപോലെ തന്നെ നമ്മുടെ കഞ്ഞിവെള്ളവും ബീട്രൂട്ടും. അപ്പോൾ കഞ്ഞിവെള്ളം ഇല്ലാത്തവർക്ക് വേണ്ടിയിട്ടുള്ള ഒരു ഇതാണ് കേട്ടോ. ഞാൻ അതിൽ കഞ്ഞിവെള്ളം ഒഴിച്ചിരുന്നു, ഞാൻ ഓൾറെഡി എടുത്ത് വെച്ചായിരുന്നു. അപ്പം ഇന്നാണ് നമ്മുടെ ഒരു സബ്സ്ക്രൈബർ ചോദിച്ചത്, കഞ്ഞിവെള്ളം എടുത്ത് വെക്കാനായിട്ട് മറന്നു പോയാൽ എന്ത് ചെയ്യും, അതിന് എന്തെങ്കിലും ഒരു ടിപ്സ് ഉണ്ടോ സാധ്യം. കാര്യം കറക്റ്റായിട്ട് ചലഞ്ചിൽ ഫോളോ ചെയ്യുന്ന ഒരാളാണ്. അപ്പം ഒരു ദിവസം അങ്ങനെ ഒരു ഇൻ കേസ് അങ്ങനെ ഒരു ഇഷ്യൂ വന്നാൽ എന്ത് ചെയ്യും എന്നാണ്. അങ്ങനെയുള്ളവർക്ക് വേണ്ടിയിട്ടാണ് ഞാൻ ഇന്നത്തെ ആ ഒരു ടിപ്പ് പറഞ്ഞു തന്നത് കേട്ടോ. അപ്പം നമ്മുടെ ഒരു കഞ്ഞിവെള്ളം തന്നെ യൂസ് ചെയ്യാൻ നോക്കുക. പിന്നെ പറ്റാത്തവർക്ക് വേണ്ടിയിട്ടാണ് ആ ഒരു നമുക്ക് ചോറെടുക്കാം. ഓക്കെ, കുഴപ്പമില്ല. ഓക്കെ, പക്ഷേ ഇന്നത്തെ നല്ലൊരു പാക്കാണ്. മുടി സ്ട്രെയിറ്റൻ ആയിട്ട് കിടക്കാൻ താല്പര്യമുള്ള ആൾക്കാർക്കൊക്കെ പറ്റിയൊരു പാക്കാണ്. പക്ഷെ എനിക്ക് റിസൾട്ട് കാണിച്ചു തരാൻ പറ്റുന്നില്ലോ എന്നത് എനിക്ക് നല്ല സങ്കടമുണ്ട് കേട്ടോ. എനിക്ക് വീഡിയോ എടുക്കാനായിട്ട് പറ്റാത്തത് കൊണ്ടാണ്, ടൈം കിട്ടാത്ത ഒരു പ്രശ്നം കൊണ്ടാണ്. ഇതെൻ്റെ ടെടിക്കുട്ടനാണ്. ടെടിക്കുട്ടനെ പറ്റി കുറച്ചുകൂടി ചോദിച്ചിരുന്നു കേട്ടോ. അപ്പം ഓക്കെ, പിന്നെന്താ പറയാൻ വന്നതും,
അപ്പം നമ്മുടെ ഇതുപോലെ നമ്മുടെ സ്കിൻ കെയറും ഹെയർ കെയറും ബോഡി കെയറും ഒക്കെ ഇനിയും തുടർന്നുകൊണ്ടേയിരിക്കും. നിങ്ങളുടെ സജഷൻസൊക്കെ ലൈക്ക് ഇപ്പോഴും ഓരോ ആൾക്കാർ കുറേ കാര്യങ്ങളിൽ ഡൗട്ടൊക്കെ ചോദിക്കുന്നുണ്ട്. അപ്പം നിങ്ങൾക്ക് ഡയറക്റ്റ്ലി കമൻറ്റിൽ ചോദിക്കാം കേട്ടോ, അതൊന്നും എനിക്ക് പ്രശ്നമില്ല. ഞാൻ നോക്കിക്കോളാം, എനിക്കതൊന്നും പ്രശ്നമില്ല. പിന്നെ എന്ന് പറയുമെന്നോ കൂടുതൽ ലൈവ് വ്ലോഗ്സ് ഉൾപ്പെടുത്തണേന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതും ഞാൻ ശ്രമിക്കാം. എനിക്ക് കൂടുതൽ ലൈവ് വ്ലോഗ്സും കാര്യങ്ങളാണ് ഇഷ്ടം കേട്ടോ. പിന്നെ എൻ്റെ ഒരു വലിയ ആഗ്രഹമാണ് 1 വർഷത്തിനുള്ളിൽ എനിക്ക് മുടി വളർത്തണമെന്നും. അതുകൊണ്ടും കൂടിയാണ് ഞാൻ ഈ ഒരു ചലഞ്ച് ഞാൻ അത്ര ഇതായിട്ട് ചെയ്യുന്നത് കേട്ടോ. പിന്നെ സ്കിൻ കെയറിൻ്റെ കാര്യം പറയുകയാണെങ്കിൽ സ്കിൻ കെയർ ഞാൻ പറഞ്ഞ പോലെ ഒരു 1 month സ്കിൻ കെയർ ഞാൻ ഇപ്പോൾ ചാനലിൽ വീഡിയോ ഇടുന്നില്ല, ഇടാതെ തന്നെ ചെയ്യുന്നുണ്ട്. ഇപ്പോൾ എൻ്റെ മുഖത്ത് നല്ല നോക്കിയാൽ നല്ല രീതിക്ക് പിമ്പിൾ വന്നിട്ടുണ്ട് ഗൈസ്. എനിക്ക് 2 ദിവസം മുമ്പൊന്നും എനിക്ക് പിമ്പിളില്ലായിരുന്നു, നിങ്ങൾക്ക് നോക്കിയാൽ അറിയാം, ഇല്ലായിരുന്നു. ഇപ്പോൾ പെട്ടെന്ന് വന്നതാണ്. എൻ്റെ ഒരു ബോഡി കണ്ടീഷൻ്റെ ആ ഒരു പ്രശ്നം കൊണ്ടാണ്. അത് മാറും എന്നാണ് വിശ്വസിക്കുന്നത്. ഇല്ലെങ്കിൽ നമുക്ക് നോക്കാം, അതൊക്കെ മാറ്റിയെടുക്കാം. എന്നെപ്പോലെ ഒരുപാട് സ്കിൻ ഇഷ്യൂസ് ആയാലും ഹെയർ ഇഷ്യൂസ് ആയിട്ടും ഫേസ് ചെയ്യുന്ന ഒരുപാട് ആൾക്കാരുണ്ടെന്ന് വിചാരിക്കുന്നു. അവർക്കൊക്കെ വേണ്ടിയിട്ടാണ് നമ്മുടെ ഈ ചാനൽ. നിങ്ങൾ ധൈര്യമായിട്ട് ഫോളോ ചെയ്തോളൂ കേട്ടോ, നമ്മളതെല്ലാം മാറ്റിയെടുത്തിരിക്കും. അപ്പം ഇത്രയൊക്കെയുള്ള ഇന്നത്തെ വീഡിയോ. അപ്പോൾ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. അപ്പോൾ എല്ലാവരും ഹാപ്പി ആയിട്ടിരിക്കും, സേഫ് ആയിട്ടിരിക്കും. ബൈ ഗായ്സ്.